ഹായ്, നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചല്ലോ അല്ലേ? പഠിച്ചു കഴിഞ്ഞില്ലേ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ? ഓക്കെ, അപ്പോൾ അർത്ഥവും രൂപവും അതുതന്നെയാണ് ഇതിനും. അർത്ഥവും അതിൻ്റെ രൂപങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ്, നമ്മളെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പോലെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്, കഴിഞ്ഞു പോയ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഏത് ടെൻസ്? ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ജീസസ് വാസ് പ്രീച്ചിങ്. യേശു ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, ജീസസ് വാസ് പ്രീച്ചിങ്. ഈ കൊണ്ടിരുന്നു എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ? തുടർച്ചയായി നടന്ന സംഭവത്തെ അത് സൂചിപ്പിക്കുന്നു അല്ലേ? കൊണ്ടിരുന്നു, കുറച്ചു കാലം കൊണ്ടിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ അല്ലേ സൂചിപ്പിക്കുന്നത്. അതായത് കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പഠിച്ചല്ലോ, അതിൻ്റെ പാസ്റ്റ് രൂപമാണിത് അല്ലേ? മനസ്സിലായില്ലേ? ഇവിടെ കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് പറഞ്ഞത്? കൊണ്ടിരിക്കുന്നു എന്നാണ് പറയാം. അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വാസ് പ്രീച്ചിങ്. അവിടെ എന്താണ്? ഇവിടെ കൊണ്ടിരുന്നു. മനസ്സിലായോ? അതായത് യേശു ഉദ്ബോധിപ്പിച്ചു എന്ന് മാത്രമല്ല, കുറച്ചു കാലം ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു എന്നതാണ് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അല്പം തുടർന്നു കൊണ്ടിരുന്ന ഏത് കാര്യം പറയാനും ഈ ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ കർത്താവിൻ്റെ എണ്ണം നോക്കിയാണ് നമ്മൾ എന്താണ് വാചകം രൂപപ്പെടുത്തുന്നത്. എങ്ങനെയാ? ഇവിടെ കർത്താവ് ജീസസ് ഒരാളായതുകൊണ്ടാണ് വാസ് പ്രീച്ചിങ് എന്ന് വന്നത്. മനസ്സിലായോ? ഇനി കർത്താവ് ഏകവചനമോ ബഹുവചനമോ എന്ന് നോക്കി ക്രിയയെ നാമത്തോടെ ചേർക്കുന്ന ഓക്സിലറി വെർബ്, അതായത് എക്സാമ്പിൾ നോക്കാം. ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വേർ പ്രീച്ചിങ്. അവിടെ രണ്ട് ആൾക്കാർ വന്നില്ലേ? ജീസസും അവൻ്റെ ഡിസൈപ്പിൾസും ശിഷ്യന്മാരും വേർ പ്രീച്ചിങ്. അവിടെ രണ്ട് പേര് വന്നതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? വേർ എന്ന് വന്നത്. ഓക്കെ, അവർ രണ്ടുപേരും എന്താണ്? യേശുവും അവൻ്റെ ശിഷ്യന്മാരും ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, മനസ്സിലായോ? പ്രീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായോ? ഇവിടെ മുമ്പത്തെ സെൻറ്റൻസ് പോലെ ജീസസ് വാസ് പ്രീച്ചിങ്. ഇവിടെ ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വേർ പ്രീച്ചിങ്. ഇവിടെ എന്താണ്? വാസ് എന്നത് മാറി വേർ ആയി എന്നതേ ഉള്ളൂ അല്ലേ? ബാക്കി എന്താണ്? പ്രീച്ചിങ്ങിൻ്റെ കൂടെ ING സെയിം ആണ്. പിന്നെ ജീസസ് ഒരാളായതുകൊണ്ട് വാസ് എന്നും രണ്ട് പേരായതുകൊണ്ട് വേർ എന്നും വന്നു. അപ്പോൾ ഏകവചനമെങ്കിൽ വാസ് എന്നും ബഹുവചനമെങ്കിൽ വേർ എന്നും ചേർത്ത് വെർബിൻ്റെ കൂടെ INGയും കൂടി ചേർത്താൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയായിരുന്നു? ഈസ് പ്രീച്ചിങ് എന്നത് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എന്താ വന്നത്? ഈസ് പ്രീച്ചിങ് എന്ന വരിക. ജീസസ് ഈസ് പ്രീച്ചിങ്. അത് മാറി പാസ്റ്റിൽ എങ്ങനെ വരിക? വാസ് പ്രീച്ചിങ് എന്നാവും. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസിൽ രണ്ടാളുണ്ടെങ്കിലും ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ആർ പ്രീച്ചിങ് എന്നായിരുന്നു പറയേണ്ടത്. അപ്പം ഇവിടെ എന്താ പറയുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വേർ പ്രീച്ചിങ്. ഈസ് മാറി ഇവിടെ വാസ് ആയി, അതുപോലെ തന്നെ ആറ് മാറി ഇവിടെ വേറായി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അതായത് പിന്നെ ഒരാളാണെങ്കിൽ വാസ് പ്ലസ് ING ചേർത്താൽ മതി. രണ്ട് പേരോ കൂടുതലോ ആൾക്കാരുണ്ടെങ്കിൽ വേർ പ്ലസ് ING. ഓക്കെ, നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച പോലെ ഇവിടെ ഐക്ക് ഒരു പ്രത്യേകതയൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഐനെ ബഹുവചനമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എന്താണ്? ഐക്ക് ഒരു റോളും ഇല്ല. ബാക്കിയുള്ളവരെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ്? ഐനെ നമ്മൾ ഏകവചനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഐ വാസ് കിസ്സിങ് ദ ചൈൽഡ്. ഐ ഒരാളായതുകൊണ്ട് വാസ്. പിന്നെ എന്താണ്? കണ്ടിന്യൂസ് വന്നതുകൊണ്ട് വെർബിൻ്റെ കൂടെ INGയും കൂടെ ചേർക്കണം. ഐ വാസ് കിസ്സിങ് ദ ചൈൽഡ്. ഞാൻ കുഞ്ഞിനെ ഉമ്മ വെച്ച് കൊണ്ടിരുന്നു അല്ലേ? കൊണ്ടിരുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി. എന്താ ഓർക്കേണ്ടത്? ഇത്ര മാത്രം ഓർത്താൽ മതി. എന്താ? ഈസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റ് എന്താ വരിക? വാസ്. ഐ ആം കിസ്സിങ് എന്നൊക്കെ അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ ഇവിടെ വരിക എന്താണ്? ഐ വാസ് കിസ്സിങ്. ഇനി എന്താണ്? ഈസ് മാറിയിട്ട്
അതിൻ്റെ കൂടെയും വാസ് എന്നാണ് വരുന്നത് അല്ലേ. ഇനി ആറിൻ്റെ പകരം എന്താ ഇവിടെ വരുന്നത്? വേർ എന്നാണ് വരുന്നത് അല്ലേ. പ്രസൻറ്റിൽ നമ്മൾ ആർ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ പാസ്റ്റിൽ വരുമ്പോൾ വേർ എന്നും വരും. മനസ്സിലായോ? അപ്പോൾ കർത്താവ് ഏകവചനമാണെങ്കിൽ വാസ് എന്നും ബഹുവചനമാണെങ്കിൽ വേർ എന്നും ഉപയോഗിച്ചാൽ മതി ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. ദ ഗേൾ വാസ് റൈഡിങ് എ മോട്ടോർ ബൈക്ക്. ദ ഗേൾ വാസ് റൈഡിങ് എ മോട്ടോർ ബൈക്ക്. ആ പെൺകുട്ടി സൈക്കിൾ അതായത് മോട്ടോർ ബൈക്ക് ഓടിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായോ? മോട്ടോർ ബൈക്ക് ഓടിച്ചു കൊണ്ടിരുന്നു. വാസ് റൈഡിങ്. അപ്പം എന്താണ് അത്? ആ പെൺകുട്ടി ഒരാളാണ്, അതുകൊണ്ടാണ് വാസ് വന്നത്. മനസ്സിലായോ? വാസ് വന്നത് എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടി മാത്രമായതുകൊണ്ട്. ഓക്കെ, ഇനി കുറച്ചധികം പെൺകുട്ടികളുണ്ട്, ബഹുവചനമാണ് പെൺകുട്ടികൾ, കുറച്ച് പെൺകുട്ടികളുണ്ട്. അപ്പം എങ്ങനെ പറയുക? ദ ഗേൾസ് വർ റൈഡിങ് മോട്ടോർ ബൈക്സ്. എന്താണ്? ആ പെൺകുട്ടികൾ ബഹുവചനമാണ്. അപ്പോൾ എന്താണ്? മോട്ടോർ ബൈക്ക് ഓടിച്ചു കൊണ്ടിരുന്നു. എന്താണ്? വേർ റൈഡിങ് എന്നാ വരിക. ഗേൾസ് അല്ലേ വന്നത്? കുറച്ചധികം ഗേൾസ് ഉണ്ട്, പെൺകുട്ടികളുണ്ട്, അതുകൊണ്ട് വേർ എന്ന് വന്നു. റൈഡിങ് വെർബിൻ്റെ കൂടെ ing കൂടി ചേർക്കണം, കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഐ വാസ് റീഡിങ് മൈ ലെസൺസ്. ഞാൻ എൻ്റെ പാഠങ്ങൾ വായിച്ചു കൊണ്ടിരുന്നു. ഐ വാസ് റീഡിങ് മൈ ലെസൺസ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച്? മനസ്സിലാവാത്തവർ ഒന്ന് കമൻറ്റ് ബിലോ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് വേറെ എക്സാമ്പിൾസ് വെച്ച് പറയാം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.